നമസ്കാരം. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ കടുത്ത പ്രത്യാക്രമണത്തിന് ഒരുങ്ങി അഫ്ഗാനിസ്ഥാൻ. തങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് തങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്ന് താലിബാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു മേലുള്ള നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും താലിബാൻ വക്താക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ശനിയാഴ്ച മുതൽ പക്തിക, നംഗർഹാർ പ്രവിശ്യകളിൽ പാക് വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേൽ പാകിസ്ഥാൻ നടത്തിയ ഈ നഗ്നമായ ലംഘനത്തിന് വലിയ വിലയാണ് ഇനി നൽകേണ്ടി വരുന്നത്. തങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ഇത്തരത്തിൽ പാകിസ്ഥാന് തങ്ങൾ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കൊല്ലപ്പെട്ടത് നിരപരാധികളായ സാധാരണക്കാരാണെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. പക്തികയിലെ ബർമൽ ജില്ലയിൽ പാക് മിസൈലുകൾ പതിച്ചത് ഒരു സാധാരണക്കാരന്റെ വീടിന് മുകളിലേക്കാണ്. ഈ ആക്രമണത്തിലാണ് ഒരു കുടുംബത്തിലെ 16 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ വംശാവലി തന്നെ ഇല്ലാതാക്കുന്ന ക്രൂരതയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തി. ഈ സംഭവം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചു എന്നാണ് താലിബാൻ ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി സൗദി അറേബ്യ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ താലിബാൻ നേതൃത്വം വിവരങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടെ കാബൂളിൽ താലിബാൻ ഉന്നത നേതാക്കളുടെ അടിയന്തര യോഗം ചേർന്ന് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അറ്റ നിലയിലാണ് എന്ന് വേണം പറയാൻ. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, ബന്നു, ബൗജർ എന്നിവിടങ്ങളിൽ റംസാൻ മാസത്തിലുണ്ടായ ചാവേർ സ്ഫോടനങ്ങൾക്ക് മറുപടിയായിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് പാക് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ വിശദീകരണം. അഫ്ഗാൻ മണ്ണ് ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ലോകത്തിനു മുന്നിൽ വിലപിക്കുന്ന പാകിസ്ഥാൻ തന്നെ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നവരാണെന്ന് താലിബാൻ തിരിച്ചടിക്കുന്നുണ്ട്. പക്തികയിലെയും നംഗർഹാറിലെയും മതപാഠശാലകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും താലിബാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തിയെ അവർ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പല ചർച്ചകൾക്കും കോപ്പുകൂട്ടുകയാണ്. തിരിച്ചടിക്കാൻ തന്നെയാണ് താലിബാൻ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിരവധി പേരാണ് പാക് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2025 ഒക്ടോബറിലും പാക്, അഫ്ഗാൻ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. തുടർന്ന് ഒക്ടോബറിൽ 19-ന് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് വെടിനിർത്തൽ നിലവിൽ വന്നു. പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടത്തുന്ന പാക് താലിബാൻ എന്ന വിശേഷണമുള്ള തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാന് അഫ്ഗാൻ സർക്കാർ പിന്തുണ നൽകുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം.